ഇത്തിരി കഴിയുമ്പോൾ നിന്നെ ഞാൻ ഇവിടുന്ന് മാറ്റും. നീ എൻ്റെ ദേവിയുടെ മണ്ടയ്ക്കാണ് ഇപ്പോൾ കിടത്ത. ഒക്കെ താഴെ കിടക്കാൻ പറ്റരുത്. ദേവിയുടെ ആണ്ട് ഈ ദേഹം മൊത്തം ചീത്തയായിരിക്കുക. അതല്ലേ ഇനി എനിക്ക് കഴുകണം. ഇനി ദാരിദ്ര്യമുള്ള ആൾ തന്നെയല്ലേ നാഗ? താങ്കൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങളെപ്പോലെ ദാരിദ്ര്യമുള്ളവളാണെങ്കിലും ഞാനിങ്ങനെ കരങ്ങി കീറി കൂവിക്കൊണ്ട് കിടക്കത്തില്ല. അതും കൂടെ മനസ്സിലാക്കണം. എനിക്ക് ദാരിദ്ര്യമുണ്ട്, പക്ഷേ ദാരിദ്ര്യമുള്ള അവസ്ഥയിലും ഞാൻ ജീവിക്കുന്നുണ്ട്. മനസ്സിലായോ? ഈ ദരിദ്രയായ ഞാൻ എല്ലാവർക്കും എന്നാൽ കഴിയുന്ന എൻ്റെ അരികിലേക്ക് എത്തുന്ന ഒരു പങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ തനിക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. താൻ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അത് ആദ്യം മനസ്സിലാക്കുക. എന്നെ ഇങ്ങോട്ട് കയറി ഉണ്ടാക്കാൻ വരാതെ ഞാൻ പറയുന്നത് ആദ്യം മനസ്സിലാക്കി എടുക്കും. മനസ്സിലായോ? ദാരിദ്ര്യമുള്ള ആളാണ്, ദാരിദ്ര്യമുള്ള ആളാണെന്ന് തനിക്ക് തോന്നിയിട്ട് എടാ പൊട്ട, എടാ മണ്ട, അന്നോൺ, പെണ്ണായാലും ആണായാലും നിനക്ക് ഇന്നെങ്കിലും ഒരു 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 അരിവോ ദയവോ തോന്നിയോ? 7558875593 ഒരു 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 റീചാർജ് ചെയ്യാനെങ്കിലും ഉള്ള ഒരു തുക ഇങ്ങോട്ട് അയച്ചു തരാൻ ആ ബോധം നിനക്കുണ്ടായോ? എന്നാലേ ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുന്നു. നാഗയ്ക്ക് ദാരിദ്ര്യമാണ്. എൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തിരി എന്തെങ്കിലും അവർക്ക് കൊടുക്കാം എന്നൊരു തോന്നൽ നിനക്ക് ഉണ്ടായിട്ടുണ്ടോ? നിന്നെ ഇത് ഞാൻ മനസ്സിലാക്കി തരുവാണ് എന്ന് തോന്നൽ നിനക്ക് ഉണ്ടായിട്ടുണ്ടോ? നീ എന്നും വന്ന് എൻ്റെ ലൈവ് കണ്ടു കേട്ടിരിക്കുമല്ലോ അറിവുണ്ടാക്കാൻ. എന്തറിവ് ഉണ്ടാക്കിയത് നീയൊക്കെ? ഇതൊക്കെയാണ് അറിവ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന അറിവ്. അവർക്ക് ഇതാണ്ട് മഴയാണിപ്പോൾ, മഴയത്ത് അവിടെ എല്ലാം നനയും. മഴയത്ത് അവിടെയൊക്കെ ഒന്ന് വെച്ച് കെട്ടി ഒരു നല്ല വീടൊക്കെ അവർ ഉണ്ടാക്കട്ടെ. എന്നാൽ എന്നിൽ കഴിയുന്ന ഒരു സഹായം അവർക്ക് കൊടുക്കാം എന്ന് ഇന്ന് വരെ നിന്റെ ആ കിഴിഞ്ഞ ബുദ്ധി തോന്നിയിട്ടുണ്ടോ? ഇല്ല. നീ എൻ്റെ ലൈവ് കണ്ട് സൂഹിക്കാൻ വരുന്നു, കുറ്റപ്പെടുത്താനും വരുന്നു. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നല്ല ഇതിന് പറയുന്നത്. നിന്റെ തോന്നിവാസം നീ തന്നെ എഴുതിയിടുന്നു. എൻ്റെ വായിലിരിക്കുന്ന, എൻ്റെ അണ്ണാക്കിനകത്തിരിക്കുന്ന നിനക്ക് കേൾക്കുകയും ചെയ്യും. മനസ്സിലായോ? ഇന്ന് വരെ തോന്നിയിട്ടുണ്ടോ? അപ്പൊ ഇങ്ങനെയല്ല. ഒരാള് ദരിദ്രയാണെന്നറിയുമ്പോൾ അവരെ കഴിവുള്ള ഒരാള്, നല്ല കഴിവും കാര്യവും വിദ്യാഭ്യാസവും എല്ലാം ഉള്ള ഒരാളിനെ ഉയർത്തിക്കൊണ്ടുവരാനാണ് നോക്കേണ്ടത്. അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ എടാ മണ്ട വിരുദോഷി, നിനക്കും കൂടെയാണ് അതിന്റെ ഗുണം കിട്ടുന്നത്. മനസ്സിലായോ? ഇപ്പൊ താണ്ട ഈ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള ആളുകൾ എനിക്ക് പൈസ തരുന്നു. ആരാണ് ഇത്? അത് ആ രീതിയിലേക്ക് അവരുടെ മനസ്സിനെ മാറ്റങ്ങൾക്ക് വിധേയമാകാൻ കാരണം അവർ തന്നെയാണ്. എങ്ങനെ? എൻ്റെ ലൈവ് വീഡിയോകൾ കണ്ടും കേട്ടും അവരോട് ഞാൻ ദാനധർമ്മം ചെയ്യാൻ പറഞ്ഞു. എല്ലാവരെയും കൂടി ഇവിടെ പിടിച്ചോണ്ട് വന്ന് കെട്ടിയിട്ടിട്ടല്ല ഞാൻ ദാനധർമ്മം ചെയ്യാൻ പറഞ്ഞത്. നിങ്ങൾ എൻ്റെ ലൈവ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചെയ്യൂ. ഇഷ്ടപ്പെടുന്നു, സന്തോഷം അനുഭവിക്കുന്നുണ്ടോ, ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ ചെയ്യും.